ഏവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ കാങ്കോൽ വടശ്ശേരി പെരിങ്ങോട്ട് ഇല്ലത്തിൻ്റെ മുറ്റത്താണ്. ഇവിടെ വരാനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു തെയ്യം കെട്ട് ഇവിടെ നടക്കുന്നുണ്ട്. തെയ്യത്തിൻ്റെ പേരെന്താണെന്നല്ലേ? പേര് ചിലപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയും, പക്ഷെ അങ്ങനെ ഒരു തെയ്യമുണ്ടോ എന്ന് പലപ്പോഴും നിങ്ങൾ സംശയിക്കും. എന്നാൽ പേര് പറയാം. രാമായണത്തിലെ അല്ലെങ്കിൽ രാമായണത്തിലുടനീളം ശ്രീരാമൻ്റെ വലങ്കൈ പോലെ പ്രവർത്തിക്കുന്ന ആഞ്ജനേയൻ, അതായത് ഹനുമാൻ തെയ്യം. ഹനുമാൻ തെയ്യത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും. ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. രാമായണ കഥയിലെ ശ്രീരാമൻ്റെ ഉറ്റ ചങ്ങാതിയും ഭക്തനുമാണ് ഹനുമാൻ. രാമായണത്തിലുടനീളം ഹനുമാൻ്റെ വിവിധങ്ങളായ കഥകൾ നമുക്ക് കാണാം. മരണമില്ലാത്തവൻ ആരോ അവനാണ് ഹനുമാൻ. മഹാബലവാൻ. ലങ്കയിൽ നിന്നും സീതയെ വീണ്ടെടുക്കുന്നതിനായി ലങ്കയിലേക്ക് ചാടിയ ഹനുമാൻ. ഹനുമാനായ ആഞ്ജനേയസ്വാമിക്ക് ഭാരതത്തിലും കേരളത്തിലും അനേകം ക്ഷേത്രങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും ഉണ്ട്. പഞ്ചമുഖനാണത്രേ ഹനുമാൻ. എന്നാൽ ഈ രൂപം അപൂർവം ക്ഷേത്രങ്ങളിലാണ് കാണാൻ കഴിയുക. അഞ്ജന എന്ന വാനരയുടെയും കേസരിയുടെയും മകനാണ് ഹനുമാൻ. എന്നാൽ വായുപുത്രനാണെന്നാണ് ഹനുമാനെ അറിയപ്പെടുന്നത്. സാക്ഷാൽ ശിവൻ്റെ ശക്തി തന്നെയാണ് ഹനുമാൻ എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. വീരനും ബലവാനും മരണമില്ലാത്തവനുമായ ഹനുമാൻ അല്ലെങ്കിൽ ആഞ്ജനേയൻ്റെ ഒട്ടേറെ വീരകഥകൾ പുരാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വടക്കേ മലബാറിൻ്റെ സ്വന്തം കലാരൂപമായ അല്ലെങ്കിൽ അനുഷ്ഠാന രൂപമായ തെയ്യങ്ങളിൽ വളരെ അപൂർവമായി മാത്രമേ ആഞ്ജനേയനെ കെട്ടിയാടാറുള്ളൂ. അങ്ങനെയൊരു ഇല്ലമാണ് പയ്യന്നൂർ വടശ്ശേരി പെരിങ്ങോട്ടില്ലം. ആദ്യകാലങ്ങളിൽ ഇവിടെ ഹനുമാൻ തെയ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇവരുടെ കുടുംബ തെയ്യങ്ങളിൽ ഒന്നായിത്തീർന്നു ആഞ്ജനേയ സ്വാമി. അഞ്ജനനോട്ടത്തിൽ പേര് കേട്ട ഇല്ലത്തിൽ ആഞ്ജനേയ സ്വാമിക്ക് കെട്ടിക്കോലമുണ്ട്. ഇല്ലത്തിൻ മുറ്റത്തും അകത്തും പുറത്തും കുളക്കടവിലും ആഞ്ജനേയസ്വാമി സഞ്ചരിക്കും. തൻ്റെ ആയുധമായ ഗദയും പിടിച്ച് ഇല്ലപ്പറമ്പിലാകെ ചുറ്റി നടക്കുന്ന ആഞ്ജനേയ തെയ്യം അല്ലെങ്കിൽ ഹനുമാൻ തെയ്യം വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. തിരുമുറ്റം നിറഞ്ഞാടി തിമിർക്കും. അതിനുശേഷമാണ് ഭക്തരെ അനുഗ്രഹിക്കുന്നത്. മേലാസകലം രോമാവൃതമായ കുപ്പായം ധരിക്കും ഹനുമാൻ തെയ്യം. ഏകദേശം ബാലിത്തെയ്യത്തിൻ്റെ പോലുള്ള തിരുമുടിയും നീണ്ട വാലും ആടയാഭരണങ്ങളും ചേർന്നുള്ള രൂപവും അഭിനയവുമാണ് ആഞ്ജനേയ തെയ്യത്തിൻ്റേത്. വലിയ മരങ്ങളും ഫലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന ഇടമാണ് പെരിങ്ങോട്ടില്ലം. ഇല്ലവും തെയ്യക്കാവും വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ സംരക്ഷിച്ച് കാണുന്നത് തന്നെയാണ് ഇവിടത്തെ അപൂർവ കാഴ്ച. ഇവിടെ കെട്ടിയാടുന്ന ഹനുമാൻ തെയ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. മറ്റ് തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇല്ലത്തിൻ്റെ
അകത്തേക്കും ഇല്ലത്തിന് പുറത്തുള്ള സകല സ്ഥലങ്ങളിലും കുളത്തിലും ചുറ്റുപാടിലും എല്ലാം ഈ തെയ്യം സഞ്ചരിക്കും എന്നുള്ളതാണ്. രാമായണത്തിലെ പ്രബല കഥാപാത്രം എന്ന് പറയുന്ന ആഞ്ജനേയ സ്വാമിയുടെ പ്രതിപുരുഷൻ അല്ലെങ്കിൽ പ്രതിരൂപം എന്നുള്ള നിലയിലാണ് ഇവിടെ ഈ തെയ്യം കെട്ടിയാടുന്നത്. ഈ തെയ്യം കാണാനായി തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നും പല തെയ്യപ്രേമികളും എത്തിപ്പെടുന്ന ഒരു ഇല്ലം കൂടിയാണ് ഈ പെരിങ്ങോട്ട് ഇല്ലം. രാമായണത്തിലെ കഥാപാത്രങ്ങളായ ശ്രീരാമൻ, സീതയും മക്കളും, സുഗ്രീവൻ, അങ്ങനെ ലക്ഷ്മണൻ തുടങ്ങിയ എല്ലാ കഥാപാത്രങ്ങളും കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ തെയ്യങ്ങളുടെ രൂപത്തിൽ കെട്ടിയാടപ്പെടുന്നുണ്ട്. എന്നാൽ ഹനുമാൻ തെയ്യം വളരെ അപൂർവമായി കെട്ടിയാടുന്ന ഒരു തെയ്യമാണ്. ഈ ഹനുമാൻ തെയ്യത്തിൻ്റെ ചടങ്ങുകളും ഹനുമാൻ തെയ്യത്തിൻ്റെ നൃത്തവിശേഷങ്ങളും നിങ്ങൾക്ക് എന്തു തന്നെയായാലും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അത്രയ്ക്ക് എന്താ പറയുക, നമുക്കേവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തെയ്യം, നമ്മളേറെയും എവിടെയും കാണാത്ത ഒരു തെയ്യം, അതാണ് ഹനുമാൻ തെയ്യത്തിൻ്റെ പ്രത്യേകത.
മേലാസകലം രോമാവൃതമായ ഒരു മേനിയും വലിയ നീണ്ട വാലും ഒക്കെയായി ഒരു തെയ്യം. ഇങ്ങനെയൊരു തെയ്യം നമ്മൾ കാണുന്നത് ബാലിയിലാണ്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇതിൻ്റെ നൃത്ത ആവിഷ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. ായിരിക്കുന്ന കാലങ്ങളിലാണ് ഭക്തന്മാരോട് വന്ന് ചെറുതാക്കുന്ന അപേക്ഷകൾ പറയാറിയിട്ട് എപ്പോഴെപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാ കാര്യം മംഗളം തരുവാനായിട്ട് ഹനുമാൻ സ്വാമിയുടെ കൂടെ സമയത്തും കിടത്തും മഹാത്മാവായിരിക്കുന്ന
ചിരഞ്ജീവിയായിരിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ ചിരിക്കുന്നത് ഡോക്ടർ ശ്രീധരൻ തരുവാനായിട്ട് ശ്രീരാമനുമായുള്ള ബന്ധവും സീതയുമായുള്ള ബന്ധവും ശ്രീരാമനു വേണ്ടിയാണ് ഈ ജീവിതം എന്ന് വരച്ച് കാണിക്കുന്ന ഭാവ അഭിനയങ്ങളും ഈ തെയ്യത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഈ തെയ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ആഴ്ച തികച്ചും വ്യത്യസ്തമായ, നിങ്ങൾ കാണാത്ത, എന്നാൽ നിങ്ങൾ തികച്ചും അറിയാത്ത ചില തെയ്യവിശേഷങ്ങളുമായി ഞങ്ങൾ വരും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. മണ്ണും മനുഷ്യനും ദൈവവും ഒന്നായി വാണ പോയകാല സംസ്കാരത്തിന്റെ അകംപൊരുൾ പേറി ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ. മണ്ണിലും മനസ്സിലും വാമൊഴി വഴക്കത്തോടെ തെയ്യത്തെ തോറ്റിയുണർത്തുന്ന കോലക്കാർ. ഉത്തരമലബാറിലെ തിരുമുറ്റങ്ങളിൽ ആടിത്തിമിർക്കുന്ന തെയ്യങ്ങളുടെ ആത്മാവ് തേടിയുള്ള ഒരു തീർത്ഥയാത്ര, തെയ്യപ്പെരുമ. മണ്ണിൽ മനുഷ്യനൊപ്പം ജീവിക്കുന്ന, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന തെയ്യങ്ങൾ ഒരു ദേശത്തിന്റെ ഒരിക്കലും മാറാത്ത സംസ്കാരമാണ്. അടിച്ചമർത്തപ്പെട്ടതിന്റെ ഉയിർത്തെഴുന്നേൽപ്പാണ്. ഒരു പൈതൃക കലയുടെ ആത്മാവിഷ്കാരമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള പകർന്നാട്ടത്തിന്റെ തനിമ ചോരാത്ത കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു തെയ്യപ്പെരുമ.